മക്കളെ, നീറ്റ് 2026 ക്യാൻസൽ ആയിരിക്കുകയാണ്. അപ്പം ഭയങ്കര വിഷമത്തോടെ ഇരിക്കുകയായിരിക്കും എക്സാമിന് നന്നായി പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതിയ കുട്ടികളെന്ന് അറിയാം. പക്ഷേ ഇത് നമ്മൾ വിഷമിച്ചിരിക്കേണ്ട സമയമല്ല, മറിച്ച് ഈ ഒരു ക്രൈസിസിനെ നമ്മൾ മാനേജ് ചെയ്യേണ്ട ടൈമാണ്. നമ്മൾ ഒരുപാട് വർഷം, ചിലപ്പോൾ 1 വർഷമോ 2 വർഷമോ 3 വർഷമോ ഒക്കെ ഇതിനു വേണ്ടി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത കുട്ടികളായിരിക്കും. അപ്പോൾ രാജസ്ഥാനിൽ ഏതോ ഒരു കുട്ടി കാണിച്ച എന്തോ ഒരു കുരുത്തക്കേടിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ആ ഒരു വലിയ തെറ്റിൻ്റെ പേരിൽ നമ്മൾ നമ്മുടെ സ്വപ്നത്തെ കശാപ്പ് ചെയ്യാൻ പാടില്ല എന്നാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഓരോരുത്തരോടും പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. നിങ്ങൾ പറയുന്നതൊക്കെ ശരി തന്നെയാണ് താനും. ഇതിലിപ്പോൾ കുറേ മിസ്മാനേജ്മെൻറ്റ് ഇഷ്യൂസ് ഉണ്ട്. ഈ വിഷയം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. എന്നാലും നമുക്കിനി എന്താണ് ചെയ്യാൻ പറ്റുകയെന്ന് ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ 10 മാസമായിട്ടോ അല്ലെങ്കിൽ 2 വർഷമായിട്ടോ ഓൺ ചെയ്തിരുന്ന ആ ഒരു സ്വിച്ച് നിങ്ങൾ ചിലപ്പോൾ മെയ് 3-ാം തീയതി ഓഫ് ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ആ സ്വിച്ച് പെട്ടെന്ന് തന്നെ ഓൺ ചെയ്യേണ്ടതുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ ഒരു ക്രൈസിസിൻ്റെ മുന്നിലും കോംപ്രമൈസ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഈ വന്നൊരു സെറ്റ് ബാക്കിനെ ഒരവസരമായി കണ്ടുകൊണ്ട്, ഇതൊരു ചാലഞ്ചായി ഏറ്റെടുത്തുകൊണ്ട് ഓരോ നീറ്റ് ആസ്പിരൻറ്റും ഇതിനെ ഫേസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ നമുക്ക് ഒരു ആസ്പെക്റ്റിൽ പറയുകയാണെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പോലും നമുക്ക് ഇതിനെ എടുക്കാൻ പറ്റും. കാരണം ഇപ്പോൾ ഒരു എക്സാം എഴുതിയ ആളുകളാണ്. നിങ്ങൾക്കറിയാം നിങ്ങൾ എവിടെയാണ് നിങ്ങൾക്ക് മിസ്റ്റേക്സ് വരാൻ സാധ്യത ഉള്ളത് എന്നുള്ളത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ വീക്ക്നെസ് എന്നുള്ളത്. അപ്പോൾ അത് ക്ലിയർ ചെയ്ത് അടുത്ത വരുന്ന ഒരു 2 മാസത്തിൽ എക്സാം ഉണ്ടാവുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ആ 2 മാസം നിങ്ങൾ കൃത്യമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് അടുത്ത 10 മാസം സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനായിട്ടും ഇതിനെ മാറ്റാൻ പറ്റും. അപ്പം ചുറ്റുമുള്ളവരെന്തോ പറഞ്ഞോട്ടെ, മറ്റുള്ളവർ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ, ഒരു നീറ്റ് ആസ്പിരന്റിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ, ഭയങ്കര കീ ആയ ഒരു 60 ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ 60 ദിവസങ്ങൾ ക്യാൻസലായ നീറ്റിനെ കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കാതെ, അല്ലെങ്കിൽ അതിനെപ്പറ്റി വിലപിക്കാതെ, വരാൻ പോകുന്ന നീറ്റിനെ കുറിച്ച് ആലോചിച്ച് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് കൃത്യമായിട്ട് പഠിച്ച് ആ നീറ്റ് 2026 നമ്മൾ ക്രാക്ക് ചെയ്യാൻ പോവാണ്. അപ്പം this is not a time to be disheartened. This is the time to be motivated, and let's crack NEET 2026.